ശ്രീഹരയേ നമഃ. ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 6 ധ്യാനയോഗം ശ്ലോകം 31 മുതൽ 35 കൂടി. സർവഭൂതസ്ഥിതം യോ മാം ഭജത്യേകത്വമാസ്ഥിതഃ സർവധാ വർത്തമാനോപി സയോഗീ മയി വർത്തതേ. ആത്മൗപമ്യേന സർവത്ര സമം പശ്യതി യോർജുന സുഖം വായതി വാ ദുഃഖം സയോഗീ പരമോ മതഃ. യോയം യോഗസ്ത്വയാ പ്രോക്തഃ സാമ്യേന മധുസൂദന ഏതസ്യാഹം ന പശ്യാമി ചഞ്ചലത്വാത് സ്ഥിതിം സ്ഥിരാം ചഞ്ചലം ഹി മനഃ കൃഷ്ണ പ്രമാധി ബലവദൃഢം തസ്യാഹം നിഗ്രഹം മന്യേ വായോരിവ സുദുഷ്കരം. ശ്രീഭഗവാനുവാച അസംശയം മഹാബാഹോ മനോ ദുർനിഗ്രഹം ചലം അഭ്യാസേന തു കൗന്തേയ വൈരാഗ്യേണ ച ഗൃഹ്യത്തെ. ഹരി ഓം. ശ്രീ ഗണേശ ശാരദാ ഗുരുഭ്യോ നമഃ. 30ാമത്തെ ശ്ലോകത്തില് സർവത്ര ബ്രഹ്മത്തെ കാണുന്നതാണ് നമ്മൾ ശ്രവിച്ചത്. ഇനി സമദർശനം സാധ്യമായ യോഗി ദേഹം കൊണ്ട് എങ്ങനെ ബ്രഹ്മരൂപമായി തുടരുന്നു എന്നത് അർജുനനായിട്ട് ഭഗവാൻ ഉപദേശിക്കുന്നു. സർവഭൂതസ്ഥിതം യോ മാം ഭജതി ഏകത്വം ആസ്ഥിതഃ സർവഥാ വർത്തമാനഃ അപി സ യോഗി മയി വർത്തതേ. യഹ ഏതൊരു യോഗിയാണോ സർവഭൂതസ്ഥിതം മാം എല്ലാ ജീവജാലങ്ങളിലും തുല്യമായി നിറഞ്ഞിരിക്കുന്ന എന്നെ ഏകത്വം ആസ്ഥിതഃ ഒരേ ബ്രഹ്മരൂപമായി കണ്ടറിഞ്ഞ് ഭജതി അനുഭവിക്കുന്നത് സഹായോഗി ആ യോഗി സർവഥാ വർത്തമാനഃ അപി ഏതു കർമ്മം ചെയ്ത് കഴിഞ്ഞുകൂടിയാലും മയി വർത്തതേ സദാ എന്നിൽ തന്നെ വർത്തിക്കുന്നു. എന്നുവെച്ചാൽ ഏതൊരു യോഗിയാണോ എല്ലാ ജീവജാലങ്ങളിലും തുല്യമായി നിറഞ്ഞിരിക്കുന്ന എന്നെ ഒരേ ബ്രഹ്മരൂപമായി കണ്ടറിഞ്ഞ് അനുഭവിക്കുന്നത് ആ യോഗി എന്ത് കർമ്മം ചെയ്ത് കഴിഞ്ഞുകൂടിയാലും സദാ എന്നിൽ തന്നെ വർത്തിക്കുന്നു. ദേഹം കൊണ്ട് ഇങ്ങനെ ബ്രഹ്മരൂപമായി തുടരുന്നതാണ് ഇവിടെ നമ്മൾ പറയുന്നത് ഏകത്വമാസ്ഥിതഃ. ഏകാന്ത യോഗിയുടെ പ്രത്യേകത എന്താണ്? താൻ ഉൾപ്പെടെ എല്ലാത്തിലെയും അന്തര്യാമിയായ വസ്തു ഒന്ന് തന്നെ എന്ന് അനുഭവിച്ചറിയുന്നു എന്നുള്ളതാണ്. ഈ ജഗത്ത് മുഴുവൻ അദ്ദേഹത്തിന് ചിദ്രസപൂർണം. കർമ്മവും നൈഷ്കർമ്മ്യവും അവർക്ക് ഒരേപോലെയാണ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഏത് പ്രവൃത്തിയിലിരിക്കുന്ന ആൾക്കാണെങ്കിലും യോഗിയാണെങ്കിൽ ബ്രഹ്മാനുഭവം ഉണ്ടാകുമോ എന്ന് വെച്ചാൽ ഉണ്ടാകും. അതിന് ഉദാഹരണം നമ്മളുടെ അടുത്ത കാലഘട്ടത്തിൽ തന്നെ മഹാരാഷ്ട്രയിലുള്ള അനേകം സന്തുക്കളുടെ കഥകളുണ്ട്. അവിടെ ഗോരാകുംബർ ഒരു കുശവനായിരുന്നു. ആ തൻ്റെ തൊഴിൽ ചെയ്യുന്നതോടൊപ്പം ഭഗവാനെ ഭജിക്കുന്ന ഒരാളായിരുന്നു. ഇപ്പോൾ ഒരു ദിവസം എന്താ വെച്ചാൽ ഇത് മണ്ണ് കൊണ്ടുവന്ന് ഇങ്ങനെ ചവിട്ടി കൂട്ടുകയാണ്. അതിൻ്റെ ഇടയിൽ ഭാര്യ പറഞ്ഞിട്ട് പോയി, ഇതേ മോന് ഇവിടെ ഉണ്ട് കേട്ടോ, ചെറിയ കുട്ടിയാണ്, അഴിഞ്ഞ് നടക്കണ കുട്ടിയാണ്, അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചോളണേ, ഞാൻ വെള്ളം എടുത്തോണ്ട് വരാം എന്ന് പറഞ്ഞ് പോവാണ്. പോകുന്ന സമയത്ത് ഇങ്ങേര് ആ വിഠല 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 പാണ്ഡുരംഗ വിഠല 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 പാണ്ഡുരംഗ വിഠലിനെ വിളിച്ചുകൊണ്ടേയിരിക്കുകയാണ്.
ആ സമയത്ത് അറിയാതെ കുഞ്ഞ് എഴഞ്ഞ് വന്ന് ആ മണ്ണിൻ്റെ അടിയിലിരുന്നു. ഇങ്ങനെ വിഠലിനെ വിളിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ബാക്കിയെല്ലാം മറന്ന് ആ ഭഗവാനിൽ ലയിക്കുന്ന ആളാണ്. കൂട്ടത്തിൽ കുഞ്ഞിനെയും കൂടി ചേർത്തങ്ങ് ആ മണ്ണിലിട്ടങ്ങ് ചവിട്ടി. പിഞ്ചു കുഞ്ഞാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടെ ആ മണ്ണ് മുഴുവൻ രക്തമയമായി മാറി. ഇതൊന്നും അറിഞ്ഞിട്ടില്ല ആ ഗോരാകുംബർ. അദ്ദേഹം ആ ഭഗവാനെ വിഠലിനെ തന്നെ വിളിച്ചോണ്ട് അവിടെ മണ്ണ് ചവിട്ടിക്കുഴയ്ക്കുകയാണ്. ആ ഭഗവാനെ വിളിക്കുന്നതിലുള്ള ഒരു ഏകാഗ്രതയാണ് ഇവിടെ പറയുന്നത്. ഭാര്യ തിരിച്ചു വന്ന് നോക്കിയപ്പോൾ കുഞ്ഞിനെ കാണാനില്ല. കുഞ്ഞെവിടെയെന്ന് ചോദിക്കണു. അപ്പോഴാണ് അങ്ങേര് തിരിച്ച് ഈ ലൗകികത്തിലേക്ക് എത്തിയത്. നോക്കിക്കഴിഞ്ഞപ്പോൾ മണ്ണൊക്കെ ചുമന്നിരിക്കണു. വിഠലാന്ന് പറഞ്ഞൊരു വിളി അവിടെ നിന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ വിഠലിന് അവിടെ നിന്ന് കുഞ്ഞിനെ കൊണ്ടുവന്ന് ഇങ്ങോട്ട് കൊടുക്കുക ചെയ്യണം. അപ്പോൾ ഇങ്ങനെയൊക്കെ സാധിക്കുമെന്ന് വെച്ചാൽ സാധിക്കും എന്നുള്ളതിന് ഉദാഹരണമാണ്. ബീഡി തെറുക്കുന്ന മഹായോഗി ഉണ്ടായിരുന്നു, മാംസം വിൽക്കുന്ന മഹായോഗി ഉണ്ടായിരുന്നു. ഏതൊരു ജോലി ചെയ്യുമ്പോഴും ബ്രഹ്മാനന്ദത്തിൽ മുഴുകിയിരിക്കാൻ സാധിക്കും എന്നതിന് ഉദാഹരണങ്ങളാണ് ഈ മഹാരാഷ്ട്രയിലെ സന്തുക്കളെല്ലാം തന്നെ. ഇനി സുഖദുഃഖ സമ്മിശ്രമായ ഈ ലോകത്ത് സമദർശനം എങ്ങനെ സാധ്യമാകും എന്നുള്ളതാണ് 32ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. ആത്മൗപമ്യേന സർവത്ര സമം പശ്യതി യോർജുന സുഖം വാ യതി വാ ദുഃഖം സയോഗി പരമോമതഃ. തൻ്റെ ആത്മസ്വരൂപം സാക്ഷാത്കരിച്ച് അത് ലൗകിക സുഖദുഃഖാതീതമായി ആണെന്ന് അറിയുന്ന ഏതൊരു യോഗിയാണോ ജഗത്തിലെവിടെയും സുഖമായാലും ദുഃഖമായാലും സ്വന്തം ആത്മാനുഭവമായി താരതമ്യപ്പെടുത്തി കാണുന്നത്, ആ യോഗി പരമസത്യം കണ്ടവനാണെന്ന് അറിയുക. അതായത് സാധാരണഗതിയിൽ ആത്മൗപമ്യ എന്നാൽ മറ്റുള്ളവരുടെ ദുഃഖത്തെ സ്വന്തം ദുഃഖമായി കാണുക, മറ്റുള്ളവരുടെ സുഖത്തെ സ്വന്തം സുഖമായി കാണുക എന്നാണ്. അത്തരം അനുഭവം യോഗിക്ക് ഉണ്ടാകുന്നില്ല. എന്താച്ചാ ആത്മസാക്ഷാത്കാരം നേടിയ യോഗി ഈ ആത്മാവിനെ ജഡസമ്പർക്കത്തിൽ നിന്ന് ഒഴിച്ചു മാറ്റി അനുഭവിക്കുന്ന ആളാണ്. എന്നുവെച്ചാൽ ശരീരം എന്ന് പറഞ്ഞാൽ ജഡം, ശരീര സംബന്ധിയായിട്ടുള്ളതും ജഡം. അപ്പൊ അങ്ങനെയാകുമ്പോൾ ഈ സുഖദുഃഖങ്ങളെല്ലാം ഈ ശരീരത്തിനും അതുമായി ബന്ധപ്പെട്ടവയ്ക്കും മാത്രമാണ്. അപ്പോൾ ലൗകിക സുഖദുഃഖങ്ങൾ താൽക്കാലികമായി ഉണ്ടാകുന്ന ഭ്രമം മാത്രമാണ് എന്ന് യോഗി തിരിച്ചറിയുന്നു. സ്ഥായിയായി സുഖസ്വരൂപം ആത്മാവിന് മാത്രം. അത് തിരിച്ചറിഞ്ഞ യോഗിക്ക് വ്യാകുലതയുടെ പ്രശ്നമേ വരുന്നില്ല. ഒരു യോഗി ദുഃഖിക്കുന്നവരുടെ ദുഃഖമോചനത്തിനായിട്ട് ചിലപ്പോഴെങ്കിലുമൊക്കെ പ്രയത്നിച്ചു എന്ന് വരാം. പക്ഷെ അദ്ദേഹം ഒരിക്കലും ആ ദുഃഖത്തിലേക്ക് ആണ്ടുപോകില്ല. സ്വയം ദുഃഖിച്ചോണ്ടാവില്ല യോഗിയുടെ ആ പ്രവൃത്തി. ഇത്തരം പ്രവർത്തികൾ ചെയ്യുമ്പോഴും യോഗി എന്ത് ചെയ്യുന്ന വെച്ചാൽ ലോകരെ ആത്മദർശനത്തിന്റെ പാതയിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യത്തിലായിരിക്കും സദാ പ്രവർത്തികൾ ചെയ്യുന്നത്. യോഗത്തിന്റെ ആരംഭം ധ്യാനമാണ്, മധ്യം സവികൽപ്പ നിർവികൽപ്പ സമാധി, അന്തം സർവത്ര സമദർശനം. ഇതാണ് നമ്മൾ ഇത്രയും ഭാഗത്തിലൂടെ കണ്ടുവന്നത്. ഇനിയിപ്പോ ഈ സമദർശനത്തിലെത്താനായിട്ട് മനുഷ്യന് സാധിക്കുമോ? ആർക്കും തോന്നാവുന്ന ഒരു സംശയം. നമുക്ക് എല്ലാവർക്കും തോന്നും, ഇത്ര കേൾക്കാനൊക്കെ വളരെ രസമാണ്, ഭഗവത്ഗീതയുടെ ഭാഷ്യം വായിക്കാനും കേൾക്കാനും ഒക്കെ നല്ല രസമാണ്. പക്ഷെ പ്രാവർത്തികമാക്കാനായിട്ട് സാധിക്കുമോ? ഇത് തന്നെ അർജുനൻ എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ തന്നെയായി അർജുനന്മാര്. ഭഗവാന്റെ മുമ്പില് ചോദ്യമായിട്ട് വെക്കുകയാണ് 33ാമത്തെ ശ്ലോകത്തില്. യോയം യോഗസ്ത്വയാ പ്രോക്തഃ സാമ്യേന മധുസൂദന ഏതസ്യാഹം ന പശ്യാമി ചഞ്ചലത്വാത് സ്ഥിതിം സ്ഥിരാം. അല്ലയോ കൃഷ്ണ, വസ്തു ഒന്നേ ഉള്ളൂ എന്നനുഭവിക്കുന്ന മനസ്സിന്റെ സമദർശന രൂപമായ ഏതൊരു യോഗമാണോ അങ്ങയാൽ പ്രതിപാദിക്കപ്പെട്ടത്, ഇതിന് മനസ്സിന്റെ ചഞ്ചല സ്വഭാവം നിമിത്തം ഉറച്ച നില സാധ്യമാകുമെന്ന് ഞാൻ കാണുന്നില്ല. എന്നുവെച്ചാൽ മനസ്സിന്റെ സമനിലയാണ് യോഗം.
അത് മനസ്സിലായി. ഇതിനുള്ള ആദ്യപടി ജീവിതത്തിലെ സുഖദുഃഖാദികളായി വരുന്ന ദ്വന്ദ്വാനുഭവങ്ങളിൽ ഇളകിപ്പോകാതെ മനസ്സിനെ സമനില അഭ്യസിപ്പിക്കണം. അതിന് ശരി. പിന്നെന്ത് ചെയ്യണം? ഏകാന്തത്തിൽ വസ്തുധ്യാനം ശീലിക്കണം. ധ്യാനം പടിപടിയായി ഉയർന്ന് സമാധിയിലെത്തി സർവത്ര അദ്വൈത വസ്തുവിനെ കാണും. ഇതൊക്കെ പറഞ്ഞതൊക്കെ മനസ്സിലായി. ഇതൊക്കെ ചെയ്യണമെങ്കിൽ തുടക്കത്തിൽ എന്ത് വേണം? സമസ്ഥിതിയില് മനസ്സിനെ എത്തിക്കണം. അതുമാത്രം ഭഗവാനെ സാധിക്കാതെ ബാക്കിയൊക്കെ മനസ്സിലായി. ആ സമസ്ഥിതിയില് എങ്ങനെ എത്തും? അപ്പൊ അത് ഒരിക്കലും മനുഷ്യന് സാധിക്കില്ല എന്നാണ് അർജുനന്റെ വാദം. കാരണം എന്താ? മനസ്സ് ചഞ്ചലാണ്. അതിനെ ഒന്നുകൂടി വിശദാക്കാണ് 34-ാമത്തെ ശ്ലോകത്തില്. ചഞ്ചലം ഹി മനഃകൃഷ്ണ പ്രമാധി ഫലവദൃഢം തസ്യാഹം നിഗ്രഹം മന്യേ വായോരിവ സുദുഷ്കരം. ഈ മനസ്സിനെ പിടിച്ചു നിർത്തുന്ന അത്ര എളുപ്പമൊന്നുമല്ല, അല്ലയോ കൃഷ്ണ? ദേഹത്തെയും ഇന്ദ്രിയങ്ങളെയും ഇളക്കി മറിക്കുന്നതും വിഷയങ്ങളുമായി മാറ്റമില്ലാതെ കെട്ട് പിണഞ്ഞിരിക്കുന്നതും സ്വസ്വഭാവത്തിൽ പ്രാബല്യമുള്ളതുമായ മനസ്സ് സദാ ഇളകുന്നതാണെന്നുള്ളത് തീർച്ച. വായുവിനെ പിടിച്ചു കെട്ടുന്നത് പോലെ അതിനെ നിയന്ത്രിച്ച സമനിലയിൽ എത്തിക്കുന്നത് അത്യന്തം ദുഷ്കരമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്കും ഇതൊക്കെ തന്നെയാ തോന്നുക, അല്ലേ? ഭഗവാൻ പറഞ്ഞതൊക്കെ ശരിയാണ്, പക്ഷെ മനസ്സിനെ പിടിച്ചു നിർത്തുന്നത് അതിദുഷ്കരം. വായുവിനെ ഏതെങ്കിലും ഒരു ഇടത്ത് പിടിച്ചു നിർത്താൻ പറ്റുമോ? വായു എന്താണ്? സദാ ചലിച്ചുകൊണ്ടേ ഇരിക്കും. വെള്ളത്തിലെ പത പോലെ മനസ്സ് സദാ ചലിച്ചുകൊണ്ടിരിക്കും. വായു തന്റെ സഞ്ചാര പദത്തിൽ പോകുമ്പോൾ നല്ല ഇതില് കൂടുതൽ വേഗതയിൽ പോകുന്ന ഒരു കാറ്റ് തന്റെ പോകുന്ന വഴിയിൽ എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ അതിനെയൊക്കെ തട്ടിമറിച്ചിട്ടുണ്ട് പോകും. ഇതേപോലെ മനസ്സ് എന്ത് ചെയ്യും? തന്റെ ചലനത്തില് മനസ്സ് വല്ലാണ്ട് ചലിക്കുമ്പോൾ ശരീരങ്ങളെയും ഇന്ദ്രിയങ്ങളെയും ഒക്കെ ഇളക്കി മറിക്കും. വായുവിന്റെ ബലം അപരിമിതമാണ്. മനസ്സിന്റെ ബലവും ഇതുപോലെ തന്നെ. നിന്ന നിപ്പിൽ നമുക്ക് എത്ര സ്ഥലത്ത് വേണമെങ്കിൽ പോയി വരാനായിട്ട് സാധിക്കും. ഏത് രാജ്യത്തേക്ക് വേണമെങ്കിൽ പോകാൻ പറ്റും. ഒരു വിസ വേണ്ട, ഫ്ലൈറ്റ് വേണ്ട, ഫ്ലൈറ്റിനുള്ള ചാർജ് വേണ്ട, ഒന്നും വേണ്ട. നിന്ന നിപ്പിന് ഏത് ലോകത്തിലെ ഏത് രാഷ്ട്രത്തിലേക്ക് വേണമെങ്കിൽ മനസ്സിനെ പോയി വരാനായിട്ട് സാധിക്കും. വായുവിനെ നമുക്ക് ഒരിടത്തെ പിടിച്ചു നിർത്താനായിട്ട് കഴിഞ്ഞാൽ തന്നെ ഏതെങ്കിലും നമ്മളൊരു ബലൂണിലേക്ക് കാറ്റിനെ കയറ്റി, എന്നിട്ട് അത് നന്നായിട്ട് കെട്ടിവെച്ചു. ഒരു ചെറിയ പഴുത് മതി, അതിൽ കൂടി ആ കാറ്റ് മുഴുവൻ പുറത്തേക്ക് പോകും. ഇതേപോലെ മനസ്സിനെയും ഹഠയോഗമൊക്കെ ചെയ്തിട്ട് കുറച്ചു നേരമൊക്കെ നിയന്ത്രിച്ച് നിർത്താൻ പറ്റും. തക്കം കിട്ടിക്കഴിഞ്ഞാൽ മനസ്സെന്താകും? അതങ്ങ് ഇതൊക്കെ വിട്ടിട്ടതങ്ങ് പോകും. ഇങ്ങനെയുള്ള മനസ്സിനെ പിടിച്ച് നിർത്തിയ എങ്ങനെയാ സമനിലയില് നിർത്താനായിട്ട് സാധിക്കുക? അപ്പൊ അർജുനന്റെ ഈ സംശയം വന്നപ്പോൾ ഭഗവാൻ അവിടെ മറുപടി പറയുകയാണ്. അസംശയം മഹാബാഹോ മനോ ദുർനിഗ്രഹം ചലം അഭ്യാസേന തു കൗന്ദേയ വൈരാഗ്യേന ച ഗൃഹ്യതേ. പരാക്രമശാലിയായ അല്ലയോ അർജുന, മനസ്സ് കീഴടക്കാൻ പ്രയാസമുള്ളതും ചഞ്ചലവുമാണ്, സംശയമേ ഇല്ല. എങ്കിലും അല്ലയോ കുന്തിപുത്ര, അഭ്യാസം കൊണ്ട് വൈരാഗ്യം കൊണ്ടും വശത്താക്കാവുന്നതേ ഉള്ളൂ ഈ മനസ്സിനെ. കുന്തിപുത്ര എന്ന് തന്നെ ഭഗവാൻ ഇവിടെ വിളിക്കേണ്ട. കൗന്ദേയ എന്തുകൊണ്ടാണ്? ആ കുന്തിദേവി മനസ്സിനെ അടക്കി വൈരാഗ്യത്തെ ശക്തിപ്പെടുത്തി ആ മോക്ഷത്തിലേക്ക് എത്തിക്കുന്ന, അതിന് ഉതകുന്ന ഒരു വ്യക്തിത്വമാണ് കുന്തി. ആ കുന്തിയുടെ പുത്രനായ അർജുനൻ പരാക്രമശാലിയാണ് എന്നിരുന്നിട്ടും മനസ്സിനെ എന്തുകൊണ്ടാണ് പിടിച്ചു നിർത്താൻ സാധിക്കാത്തത് എന്ന രീതിയിലാണ് അവിടെ കൗന്ദേയ എന്ന് വിളിച്ചിരിക്കുന്നത്. മനസ്സ് അത്യധികം ചഞ്ചലമാണ്, അത് വശത്താക്കാൻ വിഷമവുമാണ്. അർജുനൻ പറഞ്ഞൊക്കെ ഭഗവാൻ അംഗീകരിച്ചു കൊടുത്തു. ഒരു വിധത്തിലും മനസ്സ് വശത്താകുന്നില്ല.
വശത്താകില്ല എന്ന് പറയുന്നതിനെ ഭഗവാൻ തള്ളിക്കളയാണ്. അഭ്യാസം, വൈരാഗ്യം എന്ന ഉപായങ്ങൾ കൊണ്ട് മനസ്സിനെ വശത്താക്കാം. എനിക്ക് സാധിച്ചിട്ടുണ്ട് എന്നാണ് ഭഗവാൻ അവിടെ ഒന്ന് സൂചിപ്പിക്കുന്നത്. ഭഗവാന് വരാത്ത ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ഉണ്ടോ? ജനിച്ചത് ഒരു കൽത്തുറങ്കിൽ, പിന്നെയോ ആ കാട്ടാളൻ നിന്ന് അവസാനം അമ്പ ചെയ്ത് വീഴ്ത്തുന്നു. അതിനിടയിലുള്ള ആ ജീവിതകാലത്തിൽ നിറയെ ദുഃഖങ്ങൾ ഉണ്ട്. പക്ഷെ ആ ദുഃഖത്തിനെ ഒന്നും മനസ്സിലെടുക്കാതെ സദാ പുഞ്ചിരിച്ചു നിൽക്കുന്നതാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ. അതേപോലെ ദുഃഖങ്ങളുണ്ടാകും. ദുഃഖങ്ങളെ നമ്മൾ എങ്ങനെ അതിനോട് പ്രതികരിക്കുന്നു, അതിനെ നമ്മൾ കണ്ട് വേണ്ട വിധത്തിൽ അതിനോട് യോജിച്ചു പോവുക. മനസ്സിൻ്റെ ഉള്ളിലേക്ക് അത് എടുത്തു കഴിയുമ്പോഴാണ് അത് ഡിപ്രഷനിലേക്ക് മാറുന്നത്. ചിത്തത്തെ ഏകാഗ്രപ്പെടുത്തി ആത്മനിഷ്ഠമാക്കാനുള്ള യത്നത്തിന്റെ ആവർത്തനത്തെയാണ് അഭ്യാസം എന്നിവിടെ പറയുന്നത്. ആവർത്തിച്ച് എന്ത് പഠിപ്പിക്കുന്നു അത് തങ്ങി നിൽക്കും. മനസ്സിന്റെ ഒരു സ്വഭാവമാണ്. ഈശ്വരധ്യാനം അല്ലെങ്കിൽ ആത്മധ്യാനം ആവർത്തിച്ച് പരിശീലിപ്പിക്കുകയാണെങ്കിൽ മനസ്സ് ക്രമേണ അതിന് വഴങ്ങും. മനസ്സിന്റെ ഈ സ്വഭാവം നല്ലപോലെ അറിയാവുന്ന സത്യദർശികള് കൃത്യമായി ദിവസവും അല്പസമയം ഏകാന്ത ധ്യാനം ശീലിക്കാനായിട്ട് പറയും. അതേപോലെ നാമസങ്കീർത്തനങ്ങളിൽ ഏർപ്പെടണം. സമയം കിട്ടുമ്പോഴൊക്കെ ഭഗവത് സങ്കീർത്തനങ്ങളിൽ ഏർപ്പെടണം. ഭഗവത് കഥകൾ ശ്രവിക്കാനായിട്ട് സാധിക്കണം. ചുരുക്കത്തില് ഒരു ദിവസം മറ്റേതിനേക്കാളും അധികം ഭഗവത് തത്വം സ്മരിക്കാനായിട്ട് ബോധപൂർവം നമ്മൾ ശീലിക്കുകയാണെങ്കിൽ ക്രമേണ മനസ്സിന്റെ ഏകാഗ്രത സ്വാഭാവികമായി തീരും. ഇതാണ് അഭ്യാസത്തിന്റെ രഹസ്യം. മനസ്സിനെ ലോകസുഖങ്ങളിലേക്ക് നമ്മളങ്ങ് വിട്ടുകഴിഞ്ഞാൽ എന്താകും? അതിലേക്ക് അങ്ങ് പോകും. ഞങ്ങളൊരു 3 ദിവസം അടുപ്പിച്ച് TV-യിൽ ഏതെങ്കിലും ഒരു സീരിയൽ കാണാനായിട്ട്, ഒരേ സമയത്തുള്ള സീരിയൽ കാണാനായിട്ട് ശ്രമിക്കുക. അല്ലെങ്കിൽ ചെയ്യാം 3 ദിവസം. 4ാമത്തെ ദിവസം ആവുമ്പോൾ ആ സമയമാകുമ്പോൾ അറിയാണ്ട് നമ്മൾ ആ TV-യുടെ മുന്നിലേക്ക് പോകും. റിമോട്ട് നമ്മളുടെ കയ്യിൽ ചലിക്കും. ആ ഒരു ചാനലിലേക്ക് എത്തും. ശരിയല്ലേ? വേണ്ടാന്ന് വിചാരിച്ചു പിന്നെ അതിൽ നിന്ന് പുറത്തേക്ക് വരാനായിട്ട് നല്ല ബുദ്ധിമുട്ടാണ്. ലോകസുഖങ്ങളിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ മനസ്സങ്ങനെ പോകും. പക്ഷെ അതിൽ നിന്നും മാറ്റി നമ്മൾ ഈ വിഷയധ്യാനത്തിൽ നിന്നും പിന്തിരിപ്പിച്ച് ഈശ്വരധ്യാനത്തിലേക്ക് മനസ്സ് ഉറപ്പിക്കാനായിട്ട് വൈരാഗ്യം വേണം. വൈരാഗ്യം എന്ന് പറഞ്ഞാൽ അതിനോട് വിരക്തിഭാവം. സാവധാനം ആ വൈരാഗ്യം സാധിച്ചു കഴിഞ്ഞാൽ ഈ ലോക വിഷയങ്ങളിൽ മാത്രമല്ല, സ്വർഗാദി ചില ഇതൊക്കെ ശ്ലോകങ്ങളൊക്കെ ചൊല്ലിക്കഴിഞ്ഞാൽ അതിൻ്റെ ഫലശ്രുതി ഉണ്ടാകും. ഇന്നത് ചൊല്ലിക്കഴിഞ്ഞാൽ ഇത് ഇത്ര വട്ടം ചൊല്ലിക്കഴിഞ്ഞാൽ ഇന്നത് കിട്ടും, സ്വർഗം കിട്ടും, അല്ലെങ്കിൽ ദുഃഖം തീരും. ഇതൊക്കെ എന്തിനാണ്? നമ്മളെ ആ ഒരു വഴിയിലേക്ക് വരുത്താൻ വേണ്ടി. ദുഃഖം തീരില്ല എന്നല്ല, സ്വർഗ ലോകത്തിലെ പോലുള്ള അനുഭവങ്ങൾ നമുക്ക് ലഭിക്കും, തീർച്ചയായിട്ടും ലഭിക്കും. അതിലും ഉപരിയാണ് ഈ ആത്മസാക്ഷാത്കാരം എന്നുള്ളത് തിരിച്ചറിയാം. അപ്പോൾ ഒരു വശത്ത് മനസ്സിനെ നേരത്തെ ഉറച്ചുപോയ ഇടത്തു നിന്നകറ്റുക, മറുവശത്ത് അതിനെ സത്യനിഷ്ഠമാക്കി ഉറപ്പിക്കുക. ഈ 2 ഉപായങ്ങളും വേണ്ടവണ്ണം പ്രയോഗിക്കുകയാണെങ്കിൽ നമ്മളുടെ മനസ്സ് നിശ്ചയമായും വശത്തായി വരും. വശത്തായി വരുന്ന മനസ്സ് എങ്ങനെയാണ്? കാമധേനുവിനെ പോലെയാണ്, എല്ലാം തന്ന് സുഖിപ്പിക്കും. അഭ്യാസം വൈരാഗ്യത്തെയും വൈരാഗ്യം അഭ്യാസത്തെയും പരസ്പരം ശക്തിപ്പെടുത്തുന്നതാണ്. അങ്ങനെയുള്ള അഭ്യാസത്തിൻ്റെയും വൈരാഗ്യത്തിൻ്റെയും കാര്യങ്ങൾ പറഞ്ഞ് ഇനി ബ്രഹ്മാനുഭവം എന്ന യോഗം പ്രാപിക്കാനുള്ള മറ്റു വഴികൾ കൂടി ഭഗവാൻ അടുത്ത ശ്ലോകങ്ങളിൽ പറയും. ബാക്കി ഭാഗം നാളെ കാണാം. ശ്രീഹരയേ നമഃ. ശ്രീഹരയേ നമഃ.